പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഒരു മിഷൻ മോഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ആ കാര്യത്തെ നടപ്പിലാക്കാനുള്ള സജീവ ശ്രമം എന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള ഇടപെടൽ സകല മേഖലയിലും ഉണ്ടാകും എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നമ്മൾ രാജ്യത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. യുവജനങ്ങൾ, ഒപ്പം തന്നെ നാരീശക്തി, ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവും എന്നുള്ളത്. സാധാരണഗതിയിൽ ബജറ്റ് സമ്മേളനവും പാർലമെന്റ് സമ്മേളനവും തുടങ്ങുന്ന ദിവസത്തിൽ പ്രധാനമന്ത്രി പറയുന്ന ആ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഇന്നും പറഞ്ഞിട്ടുള്ളത്. കൂടുതലായി എന്തെങ്കിലും അദ്ദേഹം പ്രത്യേകമായി ഇന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം രാഷ്ട്രപതി പാർലമെന്റിന്റെ സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ ബജറ്റിന്റെ ഉള്ളടക്കത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാകും, എവിടെയാകും ഫോക്കസ് എന്നുള്ള കാര്യത്തിൽ ആ പ്രസംഗത്തിൽ നമുക്ക് ചില വ്യക്തതകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും വെക്കും. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ സമ്മേളന കാലയളവിൽ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താകും എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് വഖഫ് ബില്ലായിരിക്കും. വഖഫ് ബില്ല് പരിഗണിച്ച പാർലമെന്റിന്റെ സംയുക്ത സമിതി ഇന്നലെ അതിൻ്റെ റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിച്ചിരുന്നു. 14 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ പരിഗണിച്ച ബില്ലിൽ നിന്ന്. ആ 14 ഭേദഗതികളും ഭരണപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികളാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച മുഴുവൻ ഭേദഗതികളും വോട്ടിനിട്ട് തള്ളുകയാണ് JPC ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ സഭയിൽ ഉന്നയിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP, കോൺഗ്രസ് MP അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞിരുന്നു. ഈ വഖഫ് ബില്ല് തന്നെയാകും ഈ സമ്മേളന കാലയളവിനെ പ്രക്ഷുബ്ധമാക്കുക. അതിനുമപ്പുറത്തേക്ക് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച ബില്ല് JPC പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം ചർച്ചയിലേക്ക് വരുമ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ദുരന്തം 30 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായ ക്രമീകരണങ്ങൾ വരുത്താതെ സർക്കാർ ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. അതും സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കേരളത്തിനെ സംബന്ധിച്ച് മനുഷ്യമൃഗ സംഘർഷം സഭയിൽ ഉന്നയിക്കുമെന്ന് UDF MPമാർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അതെന്തായാലും അടിയന്തര പ്രമേയമായി വരും ദിവസങ്ങളിൽ സഭയിലേക്ക് വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം ബജറ്റാണ്. നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തിനാകെയുള്ള ജനങ്ങൾക്ക് എന്ത് ഗുണം ലഭിക്കും, ഈ നികുതി സ്ലാബിലൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, കേരളത്തിന് കാലങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ് ലഭിക്കുമോ, ഒപ്പം തന്നെ 24,000 കോടി രൂപയുടെ ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പരിഗണിക്കുമോ, വയനാടിന് 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് പരിഗണിക്കുമോ എന്നെല്ലാം അറിയാനുണ്ട്. എന്തായാലും ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നു. 11 മണിക്ക് രാഷ്ട്രപതി ഇരുസഭകളിലെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് സഭ മറ്റു നടപടികളിലേക്ക് കടക്കുക. വയനാട് പാക്കേജ് അടക്കമുള്ള കാര്യത്തിൽ വയനാടിന് എന്ത് കിട്ടും എന്നുള്ളതാണ് കേരളം പ്രധാനമായി നോക്കിയിരിക്കുന്ന ഒരു കാര്യം. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുണ്ട്. അപ്പോൾ കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുള്ള സഹായമോ മറ്റു വലിയ പ്രോജക്ട്സോ ഒക്കെ വരുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ആദായ നികുതിയുടെ കാര്യത്തിലുള്ള ഇളവ്, ഇതാണ് സാധാരണ ജനം നോക്കിയിരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ തീരുമാനം മൂലം എന്തെങ്കിലും കാര്യത്തിന് വലിയ രീതിയിലുള്ള വില കൂടുതൽ ഉണ്ടാകുമോ വില കുറവുണ്ടാകുമോ, ഇതാണ് സാധാരണക്കാർക്ക് നമ്മുടെ ജീവിതം കുറച്ചും കൂടി എളുപ്പമാക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കേശിയിൽ നിന്നുള്ള പണം പോകുന്നത് കുറച്ച് കുറയ്ക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്.